നമസ്തേ. ഗുരുവായൂർ ക്ഷേത്രത്തിലെ മരപ്രഭുവിൻ്റെ കഥയൊന്ന് കേട്ടാലോ? ഗുരുവായൂരപ്പൻ്റെ പരമഭക്തനായ പൂന്താനം തിരുമേനി എല്ലാ ദിവസവും ക്ഷേത്രത്തിൽ എത്തി വിഷ്ണു സഹസ്രനാമം ജപിക്കുമായിരുന്നു. ഒരു ദിവസം പതിവ് പോലെ പൂന്താനം തിരുമേനി നിറഞ്ഞ ഭക്തിയോടെ സർവം മറന്ന് നാമം ജപിക്കുകയായിരുന്നു. നാമം ജപിക്കുന്നതിനിടയിൽ പത്മനാഭോ അമരപ്രഭു എന്ന ഭാഗം പത്മനാഭോ മരപ്രഭു എന്ന് തെറ്റിച്ചൊല്ലുകയുണ്ടായി. ആ സമയം അവിടെ ഉണ്ടായിരുന്നത് മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാടും അതുപോലെയുള്ള പണ്ഡിതന്മാരുമായിരുന്നു. മേൽപ്പത്തൂരിനെ അറിയാത്ത ആരും ഉണ്ടാകില്ലല്ലോ. അദ്ദേഹം വലിയ കൃഷ്ണഭക്തൻ മാത്രമല്ല, മഹാകവിയുമായിരുന്നു. പൂന്താനത്തിൻ്റെ പിഴവ് മേൽപ്പത്തൂരിന് സഹിച്ചില്ല. സംസ്കൃത പണ്ഡിതനായ മേൽപ്പത്തൂർ പുച്ഛത്തോടെ പൂന്താനത്തോട് പറഞ്ഞു, നമ്പൂതിരി എന്തിനാ ഇങ്ങനെ അക്ഷരം തെറ്റിച്ച് ചൊല്ലുന്നത്? കഷ്ടം തന്നെ. മരപ്രഭു എന്നല്ല, അമരപ്രഭു എന്ന് വേണം ചൊല്ലാൻ. പണ്ഡിതനത്രേ പണ്ഡിതൻ എന്ന് പുച്ഛത്തോടെ പറഞ്ഞു പരിഹസിച്ചു. മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാടിൻ്റെ ഈ കളിയാക്കൽ കേട്ട് പൂന്താനത്തിന് വല്ലാതെ വിഷമമായി. അദ്ദേഹം ഉണ്ണിക്കണ്ണനോട് പറഞ്ഞു, ഭഗവാനെ, എനിക്കൊരു തെറ്റു പറ്റിപ്പോയി, അവിടുന്ന് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് മാപ്പപേക്ഷിച്ചു. ഈ സമയം എല്ലാവരും കേൾക്കെ ഗുരുവായൂരപ്പൻ്റെ ശ്രീലകത്തിൽ നിന്നും ഒരു അശരീരി ഉണ്ടായത്രേ. മേൽപ്പത്തൂർ ഭട്ടതിരി, ഞാനല്ലാതെ ആരാണ് മരത്തിൻ്റെ പ്രഭു? മരപ്രഭുവും അമരപ്രഭുവും എല്ലാം ഞാൻ തന്നെയാണ്. എന്തിനാണ് ഈ ഭേദഭാവം കാണിക്കുന്നത്? ഇത് കേട്ട് മേൽപ്പത്തൂർ സ്തബ്ധനായിപ്പോയി. നിഷ്കളങ്കമായ പൂന്താനത്തിൻ്റെ ഭക്തിക്ക് മുൻപിൽ നമസ്കരിച്ച് മാപ്പ് പറഞ്ഞ് ആ ഒരു കഥയുടെ അനുസ്മരണത്തിൻ്റെ ഭാഗമായാണ് ഇന്ന് കാണുന്ന മരപ്രഭുവിൻ്റെ ആവിഷ്കാരം ഗുരുവായൂരിൽ സ്ഥാപിച്ചിരിക്കുന്നത്. യോഗഭാവത്തിലെ മൂർത്തിഭാവമായ മഹാകുംഭാവസ്ഥയിലാണ് പ്രതിഷ്ഠ. ശില്പത്തിലെ അരയാൽ വൃക്ഷം ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരെയും ശിരസ് പരമാത്മാവിനെയും സൂചിപ്പിക്കുന്നു. മഴയും മഞ്ഞും വെയിലുമായ പ്രകൃതിയുടെ പ്രതിഭാസങ്ങളാണ് മരപ്രഭുവിൻ്റെ നൈവേദ്യങ്ങൾ. ആത്മാർത്ഥമായി ഭക്തിയോടെ പ്രാർത്ഥിക്കുന്ന ഭഗവാന്റെ ഭക്തൻ ആരായാലും ഭഗവാന് അവർ ഏറെ പ്രിയപ്പെട്ടവരാണ്. അവിടുന്ന് തൻ്റെ ഭക്തനെ ഭദ്രമായി കാത്തു സൂക്ഷിക്കും. ജീവിതത്തിൽ എന്ത് വീഴ്ചകൾ സംഭവിച്ചാലും അതിൽ നിന്നെല്ലാം ഓരോ പാഠങ്ങൾ നമ്മൾ പഠിക്കും. അങ്ങനെയാകുമ്പോൾ ആ വീഴ്ചകളിൽ നിന്നും എഴുന്നേറ്റ് മുന്നോട്ട് പോകുക, തളരരുത്. വിജയം നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. ആ വിജയത്തിലേക്ക് എത്താനുള്ള വഴി നിങ്ങൾക്ക് മുന്നിൽ ഭഗവാൻ തുറക്കുക തന്നെ ചെയ്യും. അപ്പോൾ നിങ്ങളുടെ മനസ്സ് സന്തോഷിക്കുകയും ചെയ്യും. എന്തെന്നാൽ ഭഗവാന് നാം ഓരോരുത്തരും അത്രയ്ക്കും പ്രിയപ്പെട്ടവരാണ്. സർവം കൃഷ്ണാർപ്പണമസ്തു.